കഴിഞ്ഞ ദിവസം വാർത്തയിൽ അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ മേക്കപ്പ് മാനായിട്ട് ജോർജിൻ്റെ കല്യാണത്തിന് ഈ മണിയമ്പിള്ള രാജുവും ഭാര്യയും വരുന്ന ഒരു രംഗം നമ്മൾ വാർത്തയിൽ കൂടി കണ്ടു. അതിനകത്ത് മണിയമ്പിള്ള രാജുവിനെ കണ്ടപ്പോൾ സംശയത്തോടുകൂടി വീണത് ഇതെന്ത് പറ്റിയത് പുള്ളിക്ക്, അത് എനിക്ക് തോന്നിയതാണോ? അത് എനിക്ക് സംശയത്തിൽ ഞാൻ വീട്ടിലുള്ള ഒരാളെ കാണിച്ചു കൊടുത്തത്, ശരിയാണല്ലോ, പുള്ളിക്ക് എന്ത് പറ്റി ക്ഷീണിച്ചപ്പോൾ ഇത് ഈ കലാഭമണി ഇതുപോലെ ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയായിരുന്നു. അതിന് ഈ സംശയം ഇതെന്താ പുള്ളിക്ക് എന്താ പറ്റിയോ. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഈ മരണപ്പെടാണ്. അന്ന് പുള്ളിക്ക് ലിവർ സിറോസിസ് വന്നിട്ട് പ്രശ്നം ഇതിലായിരുന്നു. അപ്പം ഞാനിതുപോലെ ഈ പുള്ളിനെ തന്നെ കണ്ടു. ഇന്നാൾ ഒരു തമിഴ് നടനെ ഇതുപോലെ വിശാഖ് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുപോലെ, പക്ഷേ പുള്ളിക്ക് പനിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ മണിയമ്പിള്ള രാജുവിനെ കണ്ടപ്പോൾ ഇതെന്താ പറ്റിയിരിക്കണത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയിച്ചു. വളരെ അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ നേരിട്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ കണ്ടായിരുന്നു. അത് ഏത് പടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പൂതിരി യുവാവ് 43 വയസ്സെന്ന് പറഞ്ഞ പെരുമ്പാവൂരായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൽ എനിക്ക് ഒരു വേഷം തരാമെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ച് വാ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടു. മണിയമ്പിള്ള രാജു വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ കൈ കൊടുത്ത് സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് താങ്കളെ കാണുന്നത്, സന്തോഷം, കണ്ടതിൽ സന്തോഷം പറഞ്ഞാൽ ശരി എന്നും പറഞ്ഞ പുള്ളിയോട് വന്നു. അപ്പോൾ കുറേ ആളുകളെ കേട്ട് പുള്ളി സംസാരിച്ചു. അപ്പോൾ പുള്ളിനെ വേറൊരു കാര്യം ശ്രദ്ധിച്ചതേ, ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബാറ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ആ ബാറിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓണർ വന്നു. പുള്ളിക്കാരൻ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയുടെ ഈ മണിയമ്പിള്ള രാജുവിൻ്റെ മകൻ എന്നാണ് ടി വിയിലൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ അതായിട്ട് മാച്ചാണ് ആ സംസാരം. അതായത് ഇദ്ദേഹം പറഞ്ഞ എവിടുന്ന് ഈ ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിന് നല്ല രീതിയിൽ നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി ഭക്ഷണപ്രിയനാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് നല്ല വണ്ണമൊക്കെ ഉള്ള ആളാണ്, നല്ല കുടന്ത വയറും നല്ല ടിപ്പായിട്ടാണ് പുള്ളി വന്നേക്കണത്. ഇപ്പോൾ ഈ ടി വിയിൽ ഇപ്പോൾ കണ്ടപ്പോൾ വളരെ ശോഷിച്ചിരിക്കുന്നു. അപ്പോൾ പുള്ളി പറയണ ഭക്ഷണം അപ്പം എനിക്ക് തോന്നി ഇദ്ദേഹം എന്നിട്ട് പുള്ളി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വന്നിട്ടുള്ളൂ. പുള്ളി ഇങ്ങനെ എരിവിലിങ്ങനെ അപ്പം എനിക്ക് തോന്നി ഇദ്ദേഹം നല്ല ഭക്ഷണത്തിന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രൊഡ്യൂസർ വലിയതായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നല്ല ഭക്ഷണമാണ് ഇന്ന പാർട്ടീനെ ഏൽപ്പിച്ചത് കാറ്ററിംഗ് എന്നൊക്കെ കൊള്ളാം നല്ല ഭക്ഷണം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്റ്റൻ രാജു നമ്മുടെ ഈ മണിയമ്പിള്ള രാജുവിനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് കുറച്ച് പടങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ പെട്ടെന്ന് ചിരിച്ചു പോകുന്നത് മല എന്ന് പറയുന്ന രംഗമുണ്ടല്ലോ. മിന്നാറെന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിൻ്റെ വീട്ടിൽ ശോഭന ഒരു കൊച്ചിനെ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ കൊച്ച് നമുക്ക് കഥ അറിയാമല്ലോ. അപ്പോൾ ഇവൻ്റെയാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ പൈസ കൊടുത്ത് പുള്ളീനെ വിട്ടേക്കാണ്. അപ്പോൾ പുള്ളി വരികയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കൊച്ചിൻ്റെ പേര് ചോദിക്കുകയാണ്. എന്താണെന്ന് പറയുമ്പോഴാണ് പുള്ളിക്കാരൻ ആകെ അടി പോവും. അപ്പം മോഹൻലാൽ മാല കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാലയല്ല, ഒരു സ്ലേറ്റിൽ എഴുതിയിട്ട് പുള്ളിക്കാരനെ കാണിച്ചു കൊടുക്കണം. പലതും കാണിക്കും, ഒന്ന് പിന്നെ സ്ലേറ്റിൽ എഴുതി കാണിച്ചു കൊടുക്കുകയാണ്, അകലെ നിന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജഗതി ശ്രീകുമാർ മോഹൻലാലിനെ വേറെ സ്ഥലത്ത് നിന്ന് വെടിവെക്കുന്നുണ്ട്. ആ വെടിവെക്കുമ്പോൾ ആ സ്ലേറ്റ് പൊട്ടിപ്പോവുകയും പെട്ടെന്ന് പുള്ളിക്കാരൻ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. മല എന്നുള്ളതായിട്ടേ കണ്ടുള്ളൂ. മല എന്ന് പറയുമ്പോൾ മോഹൻലാൽ പറയുന്നത് മലയിലടാ കുന്ന് നിൻ്റെ അച്ഛൻ്റെ 16 അടിയന്തരത്തിന് വേണ്ടി കുടുന്ന വെച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാധനമാണ് നമ്മൾ ഓർത്ത് പോണത്. അതുപോലെ പല സിനിമകളിലും പുള്ളിക്കാരൻ്റെ പഴയൊരു പടമുണ്ട് ശങ്കറിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അതിനകത്ത് ശങ്കർ ഇവൻ്റെ ഓഫീസിൽ പീവണായിട്ട് വരുന്നതും ശങ്കറിനും മുറപ്പെണ്ണ് വീട്ടിൽ വരുമ്പോൾ ഇവൻ ആളാവണമെന്നൊക്കെയുള്ള കുറേ രംഗങ്ങൾ, കുറേ പടങ്ങളുണ്ട്. പുള്ളി കോമഡി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ ചന്ദ്രലേഖയിലും അതുപോലെ ഒരുപാട് പിന്നെ കുറേ എത്രയോ 5-10 പടം 212-15 പടത്തിൽ കൊണ്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു. അത് മാത്രമല്ല ഒരു 10 പടത്തോളം പുള്ളി പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമയിൽ മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞാൽ ഒരു അഭിവാജ്യ ഘടകം തന്നെയായിരുന്നു. പ്രിയദർശൻ്റെ ഒക്കെ മിക്ക പടത്തിലും പുള്ളി ഉണ്ടാവും. അവരൊരു ബെൽറ്റാണല്ലോ, തിരുവനന്തപുരം ബെൽറ്റ്. അങ്ങനെ നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പം പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ
ആ ആളെ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് എന്ത് പറ്റി, ഈ മണിമല രാജുവിന് എന്ത് പറ്റി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം നല്ല സ്റ്റൈലായിട്ടിരുന്ന ആൾ ക്ഷീണിച്ചു പോയി. അപ്പോൾ പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അറിയുന്നത് പുള്ളിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്. അതായത് ചെറിയ ക്യാൻസറിൻ്റെ എന്തോ ഒരു പ്രശ്നത്തിന് പുള്ളി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അറിയുന്നത്. അത് പുള്ളിയുടെ ഫാമിലി ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൂടി ഒക്കെ പ്രചാരം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവം. എന്തായാലും പുള്ളിക്ക് അസുഖമുണ്ട് എന്നുള്ളത് നമുക്ക് കാഴ്ചയിൽ അറിയാമല്ലേ. വലിയ ഒരു സിനിമാ നടൻ എന്ന് നമ്മൾ പറയുമ്പോൾ കോമഡിയിൽ കൂടി പല സിനിമകളിലും നമുക്ക്, പ്രത്യേകിച്ച് മോഹൻലാൽ കൂട്ടുകെട്ടിലൊക്കെയാണ് പുള്ളിക്കാരൻ. ചിത്ര സിനിമയിൽ പുള്ളിക്കാരൻ വരുന്ന കണ്ടില്ലേ, അത് നല്ല രസമാണ്. തമ്പ്രാന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ആ കഥാപാത്രം നമുക്ക് മറക്കാൻ പറ്റില്ല. നല്ലൊരു കഥാപാത്രമായിട്ട് പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അല്ല, അവസാനം പുള്ളി പാലും പഴവും ഏതാണ്ടൊരു പടത്തിലാണ് അഭിനയിച്ചിരുന്നത്. അപ്പോൾ ഇനിയും പുള്ളിക്ക് അഭിനയിക്കണമല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് പുള്ളിക്ക് മാറട്ടെ, അസുഖം മാറട്ടെ, എത്രയും പെട്ടെന്ന് പുള്ളിക്ക് സുഖം വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ സിനിമയ്ക്ക്, നമ്മുടെ സിനിമ എന്ന് പറയുന്നൊരു സ്വപ്നം, സിനിമ കാണുമ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ രസമല്ല പടം കാണാനായിട്ട്, നല്ല രസമല്ലേ. മോഹൻലാൽ, അതുപോലെ മുകേഷ്, പിന്നെ ഈ ശ്രീനിവാസൻ, അതുപോലെ മണിയമ്പിള്ള രാജു, ജഗദീഷ്, ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി ബെൽറ്റ് തന്നെയാണ് അവർ അന്നത്തെ കാലത്ത്. ഇന്നത്തെ വേറൊരു രീതിയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ ടീം ഉണ്ടെങ്കിൽ രസമാണ്. ഇപ്പോൾ വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ ഒരു കോൺട്രാക്ടറായിട്ടുള്ള മോഹൻലാൽ അഭിനയം, പുള്ളിയുടെ കൂടെ ഇവരൊക്കെ കൂടി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ആ പടം. ആ പടം നല്ല രസമാണ് പടം കാണാനായിട്ട്, നല്ല രസമായിരുന്നു ആ പടം കാണാനായിട്ട്. അതിൻ്റെ പ്രൊഡ്യൂസറോടെയാണ് പുള്ളി. അപ്പോൾ പുള്ളിക്കാരൻ ആ പടത്തിലൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസറാന്ന് പറഞ്ഞാൽ പുള്ളി മെയിൻ വേഷം എടുത്തിട്ടില്ല. അപ്പോൾ ശ്രീനിവാസൻ അങ്ങനെയുള്ള കഥ എഴുതി കഴിഞ്ഞാൽ പുള്ളി മെയിനായിട്ട് അഭിനയിക്കില്ല. ഇതുപോലെ തന്നെ കുറുക്കൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരാൾ വന്നു. അതാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ. അസുഖബാധിതനായിട്ട് പിന്നെ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നതാണ്. പുള്ളിയുടെ മകന് വിനീത് ശ്രീനിവാസനുണ്ട്. ഷൈൻ ചോക്കോ മെയിനായിട്ട് അഭിനയിക്കുന്നത്. ആ പടത്തിൽ 4 ദിവസം പോലെ ഷൂട്ടിങ് ഞാൻ ഉണ്ടായിരുന്നു. അവിടെ കോടതിയിൽ പുള്ളി വന്നു. അത് കോടതിയിൽ അഭിനയിക്കുന്ന ഒരു പ്രതിയായിട്ടാണ്, അത് സാക്ഷിയായിട്ടാണ് പുള്ളി അതിനകത്ത് വരുന്നത്. ശ്രീനിവാസൻ പുള്ളി ആകെ അവശനായിരുന്നു. ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിനേക്കായി അവശതയായിരുന്നു ഈ നമ്മുടെ മണിമണ്ട രാജുവിനേക്കായും അവസ്ഥയായിട്ടുള്ള ആളായിട്ടാണ് അന്ന് ഞാൻ കണ്ടത്. പുള്ളിയായിട്ട് സംസാരിച്ചു ചിരിച്ചു, ഇങ്ങനെ ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല പുള്ളിക്ക്. ഇതുപോലെ പുള്ളിക്ക് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര സിഗരറ്റ് വലിക്കുന്നു പറയണേ. സിഗരറ്റ് വലിച്ച് പുള്ളി ഈ ശ്വാസകോശത്തിലും അതുപോലെ നിക്കോട്ടിനൊക്കെ ശരീരത്തിലേക്ക് കയറിയാണ് പുള്ളിക്ക് പ്രശ്നം ഉണ്ടായത്. ഈ മണിയമ്പിള്ള രാജു ഇങ്ങനെ വെള്ളടിയും അതുപോലെ സിഗരറ്റ് വലിയും എന്നുള്ള ആളല്ല. അപ്പോൾ ഒരു വീഡിയോയിൽ പുള്ളിയുടെ മകൻ പറയുന്നുണ്ട്, അങ്ങനെ പപ്പയ്ക്ക് തൊണ്ടയിലായിരുന്നു പ്രോബ്ലം, അത് ഓപ്പറേറ്റ് ചെയ്ത് നീക്കി, പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ഇനി ഡെവലപ്പാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡെവലപ്പാവട്ടെ, എത്രയും പെട്ടെന്ന് ഡെവലപ്പാവട്ടെ. ഏതായാലും നമ്മുടെയൊക്കെ ഈ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് ആണ് മണിയമ്പിള്ള രാജുവൊക്കെ. എല്ലാ അസുഖങ്ങളും മാറട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം.